നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി ഫുഡ് പരിചയപ്പെടുത്തി തരാം. ആദ്യം സ്ഥലം തന്നെ പറയാം. കോട്ടയം എമ്മൽ റോഡിലുള്ള മുനിസിപ്പൽ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം മാധവൻ ചേട്ടൻ്റെ ചായക്കടയുണ്ട്. എൻ്റെ ഒരു സൂപ്പർ ഐറ്റമാണ് അവിടെ ഉള്ളത്. എന്താണെന്നല്ലേ, ചട്ടിയിലെ പഴങ്കഞ്ഞി. അതൊന്ന് കുടിച്ചു നോക്കണം. ഒന്നാമത് ഇപ്പോഴത്തെ ഈ ചൂടിന് അതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ നല്ലപോലെ തണുക്കും. ഇതാണ് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിക്ക് എന്തെല്ലാം കറികളാണെന്ന് ചോദിക്കാൻ, പയറുണ്ട്, അച്ചാറുണ്ട്, തോരനുണ്ട്, ബീൻസ് തോരനുണ്ട്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. അതിൻ്റെ വെളിയിൽ ഉള്ളിയൊക്കെ ഇട്ട് നല്ല തൈരൊക്കെ ഒഴിച്ച്, കട്ട തൈര്, അതിനോടൊപ്പം തന്നെ നല്ല ഒന്നാം തരം കപ്പ. ഇതുണ്ടല്ലോ, കപ്പ പുഴുക്കും. ഇവനെ അങ്ങോട്ട് കുഴയ്ക്കണം നല്ലപോലെ. ഇങ്ങനെ കുഴച്ചിട്ട് ഇത് പോരാഞ്ഞിട്ടാണെങ്കിൽ അച്ചാറൊക്കെ സെപ്പറേറ്റ്. ഇതുകൊണ്ട് തീർന്നിട്ടില്ല, അതാ പിന്നെയും വരുന്നു ഐറ്റങ്ങൾ. വേണ്ട, നല്ല ഒന്നാം തരം മീൻചാറ്, ഇതിൻ്റെ കൂടെ മീൻ വറുത്തത്, എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സംഭവമാണല്ലോ. ഇനിയുണ്ട്, ഇനിയും പുതിയതേണ്ടതേ. ഇത് കൂടാതെ ഇതാണ് നല്ല സൂപ്പർ പരിപാടിയാണ്. കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി പഴങ്കഞ്ഞി കുടിക്കണമെങ്കിൽ ഇതുപോലെ ചട്ടിക്കകത്ത് നല്ല സൂപ്പർ പഴങ്കഞ്ഞി കിട്ടും. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് പഴങ്കഞ്ഞി. ഇത് പഴങ്കഞ്ഞി കുടിക്കാൻ തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇതുണ്ട് പഴങ്കഞ്ഞിക്കുള്ള എങ്ങനെയുണ്ട് പഴങ്കഞ്ഞി? പഴങ്കഞ്ഞിക്ക് കോട്ടയത്തെ സ്പെഷ്യൽ കടയാണ് ഇത്, കേട്ടോ. സൂപ്പർ പഴങ്കഞ്ഞാണ്. ഈ ചൂടത്തൊക്കെ ആണെങ്കിൽ ശരീരം തിളക്കാനൊക്കെ ഇതിലും നല്ല വേറെ ഒരു പരിപാടിയില്ല. ഒരു മരുന്നും ഒന്നും കഴിക്കണ്ടാവും. ഇതാണ് മാധവൻ ചേട്ടൻ, ഞങ്ങളുടെ മാധവൻ ചേട്ടൻ്റെ പഴങ്കഞ്ഞിക്കട. പഴങ്കഞ്ഞി മാത്രമല്ല, ഇവിടെ പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ചേട്ടാ അവിടെ നിന്നേ